ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ നാളെ കലാശ പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഗോവയുടെ സാംസ്കാരിക പൈതൃകത്തെയും ആതിഥ്യ മര്യാദയെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഗോവയുടെ ഊർജ്ജസ്വലമായ സംസ്കാരം, സമ്പന്നമായ പൈതൃകം, പ്രകൃതി ഭംഗി, ജനങ്ങളുടെ സ്നേഹമനോഭാവം എന്നിവയെ പ്രധാനമന്ത്രി തന്റെ സമൂഹമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. പനാജിയിൽ നടന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുത്തു. ചടങ്ങിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിരാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്ത് എത്തും. ദീപിക ദിനപത്രത്തിന്റെ 140-ാം വാർഷിക ആഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം C സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ശുചീകരണ തൊഴിലാളികളും ഈ പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുത വിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ ജീവഹാനി സംഭവിച്ച പുല്ലേർക്കാട്ട് മോഹനന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ തിങ്കളാഴ്ച ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരശ്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരശ്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവുമാണ്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം, VT കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവയും ശരശ്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്.
മേര യുവഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. കോട്ടയത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ആയി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലും മേര യുവഭാരത് ജില്ലാ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ മരം കടപുഴകി വീണ് കാന്റീനും വാഹനങ്ങൾക്കും നാശനഷ്ടം. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006ലും 2011ലും അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിൽ എത്തി. TU കുരുവിളയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 2009 ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്കാരം വൈകുന്നേരം പറവൂരിൽ നടക്കും. KP ധനപാലന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. 2026 IPL ക്രിക്കറ്റ് ഫൈനൽ നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പൂരിന് യോഗ്യത നേടിയത്. കൌമാരതാരം വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. 53 പന്തുകൾ നേരിട്ട ഗിൽ 3 സിക്സും 15 ഫോറുമടക്കം 104 റൺസ് സ്വന്തമാക്കി. ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു ഫൈനലിലെത്തിയത്. 5ാം സീസൺ കളിക്കുന്ന ഗുജറാത്തിന്റെ 3ാം ഫൈനലാണിത്. 2022 ഗുജറാത്ത് കിരീടം ചൂടിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ തുടർച്ചയായ 2ാം ഫൈനലാണിത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ സംഘടനകളുടെയും യോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലാണ് യോഗം. AMMA സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വകാര്യ സംഘടനയ്ക്കുള്ളിലെ വിഷയങ്ങളാണെന്നും നിലവിൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം രചിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 1,15,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വരുമെന്നാണ് സൂചനകൾ. പാർട്ടിയുടെ 136 MLA മാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ നാളെ കലാശ പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.